and I was praying, holding on to what he said. In the silence, God was moving, writing love I hadn't met. I dreamed of someone strong and kind who loves the Lord more than I. You are my answered prayer, a quiet hope, a love prepared. You lead me closer to his heart. You've been his promise from the start. I waited long, but now you're here. You are my answered prayer. You don't run when days are heavy. You remind me who I am. We don't need to chase the feeling. We just walk his perfect plan. And when I fall or lose my fight, you hold my hand and lift my eyes. You are my answer. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നല്ല തമ്പുരാനെ ഈ ദിവസം ഞങ്ങൾ പരിശുദ്ധ അങ്ങയുടെ തിരുനാമത്തിന് നന്ദി പറയുന്നു. മനോഹരമായ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മകളുടെ വിവാഹത്തിനായി ഒരുങ്ങി ഞങ്ങളടുത്ത ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും കർത്താവെ ഞങ്ങളെ നാളിതുവരെ കാത്തു പരിപാലിച്ച് സ്നേഹിച്ച് വഴി നടത്തി ഞങ്ങളെ ഇത്രയും കാലം നടത്തിയതിനോട് നന്ദി പറയുന്നു. തുടർന്നുള്ള ജീവിതങ്ങളിലും അങ്ങയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കർത്താവെ അപേക്ഷിക്കുകയാണ് അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ പാതയിലൂടെ നടക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ എസ്തേർ തൻ്റെ മകളെ വിവാഹം കഴിച്ച് ഭർത്തൃഗൃഹത്തിലേക്ക് വിടുമ്പോൾ പ്രയോഗം പറയുന്നു, മകളെ നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നീ സ്നേഹിക്കണം. അവരാണ് ഇനി മുതൽ നിൻ്റെ മാതാപിതാക്കൾ. അവരുടെ ഭവനത്തിൽ നിന്ന് നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ മോളെക്കുറിച്ച് നമുക്ക് തന്നെ ചിന്തിക്കാം. നമ്മുടെ മോളെക്കുറിച്ച് നല്ലത് കേൾക്കുവാനും നല്ലത് പറയുവാനും ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് നമ്മളെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ കരം പിടിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ മോളുടെ മക്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഭവനങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് പരിഹരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ നാളിതുവരെ അമ്മ ഞങ്ങളോടൊപ്പമായിരുന്നു. ഞങ്ങൾ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നടക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലും അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കുറവുകളെല്ലാം പരിഹരിച്ച് നിറവുകളാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളെ വളർത്തിയതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ വിളിച്ചപേക്ഷിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, സകല പുണ്യവാളന്മാരെ, പുണ്യവതികളെ, സകല വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, ഞങ്ങളുടെ പേരുകൾക്ക് കാരണഭൂതരായ വിശുദ്ധരെ, പേരേറ്റങ്ങളുടെ കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധവിശേഷം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന് ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 4 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു.
ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരനെ എടുത്ത് കൊണ്ട് ചൊല്ലുന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Boy, tell me, can you take my breath away? Cruising down a heart-shaped highway, got you swerving lane to lane. Don't hit the brakes, 'cause I'm feeling so safe. I'll be your baby on a Sunday. Oh, why don't we get out of town? Call me your baby on the same wave. Oh no, no, there's no slowing down. You and I riding Harleys in Hawaii. I'm on the back of molten tie. I want you to take me for a ride. When I hula hula hula, so good you take me to the Jula Jula Jula. It's pink and purple in the sky. We're riding Harleys in Hawaii. Let me run my fingers through your salty hair. I waited with hope, I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. Holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Could you love me while I hate myself? Could you love me though I don't deserve it? Could you love me like there's no one else? Even though you know I can't return it. Could you love me when the water's rough, or when I leave you in the desert? Could you love me though I speak with knives, knowing all too well that you'll get hurt? If you can't say yes, just go. I'm more trouble than I'm worth. Could you love me while I hate myself? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതനാകാൻ പോകുന്ന ഞങ്ങളുടെ ജോമിയെയും അമലയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് പിതാവേ,
ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവർക്ക് പേരിന് കാരണക്കായി ആയിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധമായി സുരക്ഷിതമായും കാത്തുകൊള്ളണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകനെ അബ്രാഹത്തിന്റെയും സാറായുടെയും അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Heading out on our own with our hope in the clouds, and we're starting to see that we're onto something. Feel it coming, we'll keep running, nothing in our way, and we got no reason to wait. Let the journey take you where it wants to. We'll continue to find our way through anything we face. We got what it takes. Here we go. All we need is an open road and a chance to see a never-ending. You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time. Let me go passing by. Let me go, come back in time. Walk in the dark. പ്രിയപ്പെട്ട ജോമൻ, അമല, ഈ ദിവസത്തെ മംഗളങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് കാഞ്ഞിരത്തിൻ്റെ കാഞ്ഞിരപ്പാറ കുടുംബാംഗങ്ങളെ ഈ പാറത്തോട്ടത്തിലേക്ക് ഏറെ കൃത്യമായി സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ഇന്നത്തെ തിരുക്കന്മാർക്ക് നേതൃത്വം നൽകുന്നത് സ്നേഹം നിറഞ്ഞ ബിബിൻ അറക്കിലച്ചനും അതുപോലെ തന്നെ തോമസ് പണക്കിയോടച്ചനുമാണ്. ഈ രണ്ട് വൈദികരെയും ഈ ദേവാലയത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ തിരുക്കന്മാരിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചെയ്യുന്നു. This is
ഞങ്ങളുടെ കർത്താവാദൈവമേ, അങ്ങയുടെ മകനിൽ രക്തത്തിന്റെ സംഭവിച്ചമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക.
ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലുകളായ നിഗമാൻ അവളെ നിഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. മനുഷ്യർ ഇപ്രകാരം അനുഗ്രഹിതരാകും. കർത്താവ് സിരിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണുവാൻ നിനക്ക് വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനാദ്യവും തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസസിലെ സഭകളുടെ ലേഖനം എപ്പോഴും എല്ലാവരുടെയും പ്രതി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിനെ കൃതജ്ഞത അർപ്പിക്കുന്നു. മിശിഹായോടുള്ള ആന്തരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുന്നു. ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോട് എന്ന പോലെ ആയിരിക്കുന്നു. എന്നാൽ മിശിഹാ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്. ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നു. അത് ജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ വിശദീകരിച്ച് വചനത്തിൽ വിശദീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണനായ സഭയെ കറയോ ചുളവോ അതുപോലെ മറ്റെന്തെങ്കിലും ഇല്ലാത്തതായി തനിക്ക് തന്നെ സമ്മാനിക്കുവാൻ പരിശുദ്ധിയും കളങ്കരഹിതയുമായിരിക്കുവാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ നിലം തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹാ സഭ എന്ന പോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാക്കുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായുടെ സഭയോട് ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിന്റെ ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിൽ വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം 10 നിറച്ചു. ഇനി പകർന്ന് കലവറ
എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവരക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം ഒലിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളവന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ഏറെ സ്നേഹം നിറഞ്ഞ ഈ തുടർച്ച പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രത്യേകമായിട്ട് ജോലി അവർ നിങ്ങൾക്ക് ആദ്യമേ തന്നെ വിവാഹം എന്ന കൂതാശയുള്ള എല്ലാവിധ മക്കളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും ജോബിനും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച വേദപാഠമായിരുന്നു. പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അന്ന് മുതലേ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും പള്ളികളിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഞാൻ സെമിനാരിൽ പോകുന്ന സമയത്ത് എന്നെ സെമിനാരിയിൽ മുമ്പായി വിട്ടത് ശരിക്കും പറഞ്ഞ ജോബിനാണ്. സെമിനാരിലെ ഞങ്ങൾ ക്യാമ്പിന് പോകുന്ന സമയത്ത് ഞങ്ങളൊരു ക്യാമ്പിന് എല്ലാവരും കൂടെ ഓടിപ്പോയി. 2ാമത്തെ ക്യാമ്പിൻ്റെ സമയത്ത് പോകാൻ എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ അനാഥനായി. അപ്പോൾ ഈ സമയം കൊണ്ടുവിടാൻ രക്ഷകൻ എന്ന പോലെ ജോബിൻ പറഞ്ഞു, ഞാൻ വരാം, നമുക്കൊരുമിച്ച് ക്യാമ്പിന് പോകാം. ജോബിൻ അച്ഛനാകണം എന്നുള്ളതല്ല, എന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ജോബിനും ഞങ്ങൾ 2 പേരും കൂടി ആ ക്യാമ്പിന് പോകുന്നു. ആ ക്യാമ്പിലായിരുന്നു സെലക്ഷൻ കിട്ടി. ഞാൻ ഇടുക്കി രൂപതാമായി സെമിനാരി ചെയ്തു. പിന്നെ 10-12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അച്ഛനാകുന്നു. അപ്പോൾ എൻ്റെ ദൈവവിളിയിൽ ആദ്യത്തെ പടി എനിക്ക് ചവിട്ടാൻ വേണ്ടി കാണിച്ചു തന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൽ വിവാഹം നടക്കുമ്പോൾ ഈ വേളയിലായിരിക്കാം. അതിനേക്കാൾ ഉപരി അദ്ദേഹം എന്താ പറയുക, നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾ ആയിരിക്കുന്ന സമയത്ത്, ഞങ്ങളിങ്ങനെ വേദപാഠം പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഞാൻ അത്രയ്ക്ക് ഹൈ സ്റ്റാൻഡേർഡ് പുലർത്തുന്ന വ്യക്തിയായിരുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ സാധാരണ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെയൊക്കെ സഹായിച്ചിരുന്ന ആ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു ജോബിൻ. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനിപ്പോൾ ഇന്നിവിടെ അച്ഛനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സഭയുടെ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ചു തന്നത് ജോബിനായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പട്ടത്തിനും അദ്ദേഹം ഏറെ സ്നേഹത്തോടെ എത്തിയിരുന്നു. എല്ലാവിധ കാര്യങ്ങൾക്കും നേരത്തെ തന്നെ എത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വിവാഹവേളയിലാണ് ഇപ്പം ആയിരിക്കുക. അപ്പോൾ അവലിനെ കുറിച്ചോ എനിക്ക് അറിയത്തില്ല. നിങ്ങളെ എനിക്ക് അത്ര പരിചയമില്ല. പക്ഷേ ആൽബിനെ എനിക്കറിയാം. ആൽബിൻ്റെ പെങ്ങന്മാര് എന്ന നിലയിലാണ് നിങ്ങളെ എനിക്ക് അറിയാവുന്നത്. ആൽബിനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ ജൂനിയറായിട്ട് അടിമാലി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിചയമുണ്ട്. പിന്നെ മിഷനീൻ്റെ പല പരിപാടികളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹവും കരുതലും തീർച്ചയായിട്ടും അബലയുടെ ജീവിതത്തിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 2 പേരും ഇന്ന് വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുകയാണ്. കൂദാശയാണ്, ഇതൊരു ജീവിതമാണ്. അപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്ര ആൾക്കാരൊക്കെ വന്നു വിളിച്ച എല്ലാവരും തന്നെ എത്തി. അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാത്തിനും നമ്മളാണ് സ്റ്റാർ. എന്നാൽ ഇതും കടന്നു പോകും. സാധാരണ എങ്ങനെ പറയാറുണ്ട്, ഇതും കടന്നു പോകും.
അങ്ങനെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഗലീലയിലെ കാനായിൽ ഉള്ള കല്യാണം. ഈ വിരുന്നിന്റെ സമയത്ത് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നു. ഇതിന്റെ ഒരു സന്തോഷത്തിൽ ഈ ചെറുക്കൻ ആയിരിക്കുക. പെട്ടെന്ന് അവരുടെ ആ സന്തോഷത്തെ കെടുത്തുന്ന ഒരു സംഭവം അവരുടെ ആ സമൂഹത്തിൽ വരികയാണ്. അവർക്ക് വീഞ്ഞ് തീർന്നു പോവുക. വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയ നമ്മുടെയൊക്കെ കല്യാണത്തിന് എന്ത് തീർന്നു പോകുന്നതായിരിക്കും. നമ്മുടെ പോത്തുകറി തീർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു നമ്മുടെ വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥ. അപ്പൊ ഈ സാധനം തീർന്നു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ആ സമൂഹം മൊത്തം അകത്തുള്ളൂ കലവറക്കാരെല്ലാവരും അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അപ്പോഴിങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന് അറിയത്തില്ല, ഇങ്ങനെ പെട്ടിരിക്കുക. അപ്പോൾ അവര് പ്രത്യേകിച്ച് ആ ചെറുക്കൻ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയെ പരിശുദ്ധ അമ്മയെ അവിടെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഈ മനുഷ്യർ ആരും ഈ കുറവ് ആ കല്യാണത്തിന് വന്ന് ആരും അറിഞ്ഞിട്ടില്ല. അവിടെ വീഞ്ഞ് തീർന്നു പോയ കേസ് അറിഞ്ഞത് പരിശുദ്ധ അമ്മയായിരുന്നു പറഞ്ഞത്. പരിശുദ്ധ അമ്മ അറിഞ്ഞു, അത് തന്റെ മകനോട് പറഞ്ഞു, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു. ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലും നിങ്ങൾ ഇന്ന് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആരോഗ്യത്തിൻ്റെ ഇടയ്ക്കും എല്ലാ കാര്യങ്ങളുടെ ഇടയ്ക്കും നമ്മൾ വിട്ടുപോകാത്ത ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ക്ഷണിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും കുറയാൻ ഇടവരരുത്. പ്രത്യേകിച്ച് എല്ലാ ദിവസവും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ജപമാല ചെയ്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ചിലപ്പോൾ ചില കുറവുകൾ വരാം, ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞ ചില കുറവുകൾ വരാം, ചില ബുദ്ധിമുട്ടുകൾ വരാം, പ്രതിസന്ധികൾ വരാം, സന്തോഷങ്ങളും എല്ലാം ഉണ്ട്. ഈ സമയത്ത് പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അതിനൊരു പരിഹാരം കാണും. അത് നമ്മൾ ശരിക്കും നേരെ ചെന്ന് ഈശോയോട് പറയും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ എന്താണെന്ന് നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾക്ക് പോലും അതിനെ എടുത്ത് കാട്ടാൻ പറ്റാത്ത വിധത്തിൽ അത് പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഇന്നേ ദിവസം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം തരാൻ എനിക്കുള്ളൂ. നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും മുടക്കാതിരിക്കുക. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും എല്ലാം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് അതിനെ നേരിടുക. നമ്മൾ എല്ലാവരും കുറേ ആളുകൾ ഇതിൽ വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായവരാണ്. വിവാഹത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും സുഖവും സന്തോഷവും ദുഃഖങ്ങളും നമ്മളെല്ലാവരും അനുഭവിച്ച് മുന്നോട്ട് കടന്നു വന്നവരാണ്. നമ്മൾ ഓരോ പുതിയ വിവാഹത്തിന് നമ്മൾ വരുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു അൾത്താരയ്ക്ക് മുമ്പിൽ വിവാഹം എന്ന ഉദാസീന പ്രവേശിച്ചു. അതിനുശേഷം എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ട്. ആ സന്തോഷം എവിടെയെങ്കിലും മങ്ങിപ്പോയോ, അവിടെ പ്രാർത്ഥനയോ കുറവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാൻ പറ്റുന്ന ഒരവസരം കൂടിയാണ് നമ്മൾ ഓരോ വിവാഹത്തിനും പങ്കെടുക്കുമ്പോൾ. സർവശക്തനായ തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി സ്വജീവന സ്വർഗീയമാവാ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവപരമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ
നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവൻ നയിച്ച് സ്വർഗവിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവൻ നയിക്കുവാൻ കല്യാണ വീട്ടിൽ വെച്ച് തന്റെ ദിവ്യസാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്നവർ ശീലം ചെയ്യുവാൻ നയിക്കുവാനും അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങനെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാനും അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലൂടെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയിൽ അനുസരിച്ചാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിനെ പുരോഹിതങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്തന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹ ഉടമ്പടി. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അമലയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അമല മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമാണ് പരസ്പരം മനത്തിനകം ചേർത്ത്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ,
ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മന്ത്രകോട് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ നിങ്ങൾ തലമുറിച്ച ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഒന്നിരിക്കുന്ന പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കർത്താവായ മിശിഹായ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ ഒരേ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദ്ദേശിച്ച നിർമ്മലമായ സ്നേഹത്തിൽ നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ഗതഗതിയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകുടുംബത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. They say the holy water's watered down, and this town's lost its faith. Our colors will fade eventually, so if our time is running out, day after day we'll make the mundane our masterpiece. Oh my, oh my love. I take one look at you, you're taking me out of the ordinary. I want you laying me down till we're dead and buried on the edge of your knife, staying drunk on your vibe. The angels up in the clouds are jealous knowing we found something so out of the ordinary. You got me kissing the ground of your sanctuary, shatter me with your touch, oh Lord, return me to dust. Me പ്രണയമോതും പേരെന്നോ, മിഴികൾ തേടും നേരെന്നോ, പതിയെ എന്നിൽ പൂക്കും പൂവോ.
all of you to the Louis occasion where we celebrate the Zomi and myself Sona. myself Jogi, Ladies and gentlemen, now it's time to welcome the star of the day. Stars of the day, sorry. let's welcome handsome group Zomi and Chennai is currently working as electrical engineer at Rural Development. And also now let's welcome our very beautiful bride, Amartiti, who is currently working as a accountant in business at Mali. Let's welcome this beautiful couple on the stage, please. Father of group Andrew Kese and he is with us KCB employee. Mother of group, Mercy Andy, and she is a housewife. Now sister of our group, Tokuchai and Maria. She is working as an educator order. നമുക്ക് ഈ ബ്രൈഡിന്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാം. And mother of bride, Elsie, and she is a housewife. And also brother of bride, Alvin, and he is a teacher, and his wife, Shilpa. And now Amartiti's big sister, as you all know, Agila, and her husband, Abhishek. പകരുവാൻ കാത്തു ഞാൻ 1000 രൂപം. Now I complete my parents of the bride and groom come forward for the Ram making ceremony. നീ പ്രണയമോതും പേരെന്നോ മിഴികൾ തേടും നേരം. Love is sweet and to celebrate with sweetness, we are celebrating. I request our lovely couple to please come forward for the cake cutting. Dear friends and family, let's join them with a big round of applause as they cut the cake and share the space there and do life together. The cake is another sweet like I did last year. ജനുവരിയിലെ തേൻമഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ, പൂനെറുകയിൽ രാമഴവിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ. നീ തന്ന ലാളനങ്ങൾ ഞാൻ എൻ്റെ പുണ്യമാക്കി, നീയേകുമീ ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി. നീയാകുമീ തൂവാടിയിൽ മോഹങ്ങൾ ഉയലാടി. ശ്വാസമേ ശ്വാസമേ പാതയിൽ പാതിയായി തേടി. വൈശാഖനായി നമ്മുടെ യൂണിയനായ കപ്പിൾസ് അപ്പച്ചനെ ചേച്ചിനെ ജനുവരിയിലെ തേൻമഴ തൊടും പൂവോ, ജനലഴികളിൽ ചാമരമിടും കാറ്റോ. വളരെ
ഇനി ഈ ലോകമീ വേഗമീ മോഹമീ സ്നേഹം ഉണരാനെന്നും ആശ്വാസം. ഇനി നിൻ രൂപം നിൻ നാദം നിൻ പാദം നിൻ ശ്വാസം അണയാതെന്നിൽ നീ. കടലായി നീ നിറഞ്ഞു, മഴയായി നീ മൊഴിഞ്ഞു, വരമായി നീ പകർന്നു മിഴിനോവാതെ. കഥയന്ന് മാഞ്ഞിരുന്നു, പുഴയന്ന് നേർത്തിരുന്നു, മനമിന്ന് പാടിയൊന്നു തേങ്ങി നിൻ മുഖം നിൻ സ്വരം അറിയാനാ. കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മധുര സംഗീതം. എൻ ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിൻ മൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം. മിളത്തേൻ കാറ്റായി പാറി വന്നു നീ, പരാഗമായി അരൂപിയായി. പെയ്തൊഴിഞ്ഞ പാട്ടായി പോയകന്നു നീ, വിലോലമായി അശാന്തമായി. വിഷാദം നീ, വിചാരം നീ. വിഷാദം നീ, വിചാരം നീ. സ്വകാരം നീ, പ്രയാണം നീ. വികാരം നീ വിദൂരം നീ, അനേകം നീ പ്രദോഷം നീ. കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൽ നിലവിൽ നിൻ മധുര സംഗീതം. എൻ ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിൻ മൊഴികളുമിൻ മൊഴിയിൽ നിൻ സ്നേഹ സല്ലാപം. തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നോ താരകൾ. കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തുനിന്ന രാവുകൾ കണ്ടു ഞാൻ. എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ. തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ സ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ അവയിലൊഴുകുമഴകി ഹൃദയ മധുര ചഷകമിതിലെ പ്രേമതരള നുരകളിളകും ഗാനരസന എന്നോമൽ പെണ്ണെ തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നു
ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ പിരിയാതെ നിന്നുമേ ജീവനേ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും നിന്നുമേ ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ രാവേറെയായി ഇതളോരമായി താ ചേരുന്നു ഞാനോ തനിയേ. അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്മതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്മതി വിടരാനുള്ളിലെ വെൺമതി. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയിരുണരുന്നു. ദൂരെ ആ വഴി ഈ വഴി വേറെ വേറെയായി പോകുകയോ മേലെ മാറിവിൽ ചില്ലയിൽ കൂടാൻ പോന്നൊരാ പക്ഷികൾ
ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നല് കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ടാൽ പാറകല്ലും പൊട്ടും നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടെ പോരുകില്ലേ പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി 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 ഈ വീടിന്നവൾ പ്രിയങ്കരി സകലങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഞങ്ങൾ സുന്ദരമായ നിന്നോടു പറയുവാൻ നീ മാത്രമറിയുവാൻ നെഞ്ചാകെ നിറയുമെൻ തീരാത്ത മൊഴി തരാം തൂവാനിൽ വരും തിങ്കളെ ആകാശം തൊടും തെന്നലെ നീ ആനന്ദമായെന്റെ രാവിന്റെ കൺമൂടവേ ഓമലേ
താലക്കാരി